മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അഞ്ജലി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അത്യാവശ്യം ചൂടുണ്ട്, അതൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറഞ്ഞത് ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ അല്ലെ ഇലക്ഷന്. യെസ്, ഈ ഇലക്ഷന് നിങ്ങൾ ആരാ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? കമ്മ്യൂണിസ്റ്റ് ആണോ, കോൺഗ്രസിനാണോ, അതോ BJPക്കാണോ, ഇനി അസാധുവാക്കാൻ പോവുകയാണോ? ഈ വീഡിയോ കാണുന്നവര് ചിലര് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നവരായിരിക്കും. ചിലര് നമ്മളെ വോട്ട് ഇപ്രാവശ്യം വേണ്ട, വിട്ടേക്കാം, നമ്മൾ ആരും ചെയ്യുന്നില്ല, ഇവരാരും വന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അസാധുവാക്കി കളയാം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. എന്നാ നമ്മള് ഉറച്ചപടി ഞാൻ ഒരു കാട്ടയ്ക്ക് നിൽക്കില്ല, ഞാൻ എപ്പോഴും ആ ഒരു പാർട്ടി തന്നെയാണ്, അവർ എന്ത് ചെയ്താലില്ലെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും അല്ലെ. നമ്മളെ ഇഷ്ടമുള്ള നമ്മളെ ഫാമിലി, എന്റെ അച്ഛനമ്മ പണ്ട് മുതൽ കൊണ്ടേ കമ്മ്യൂണിസ്റ്റുകാരാണ്, അല്ലെ കോൺഗ്രസ്സുകാരാണ്, അല്ലെ BJPക്കാരാണ്, അതുകൊണ്ട് ഞാൻ മരിക്കും വരെ അത് തന്നെ ആയിരിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ എന്താ പറയാ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും വേണ്ടി ചിലത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ. ഇപ്പൊ എല്ലായിടത്തും പ്രചരണം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ജീപ്പില് മൈക്കില് പ്രസംഗിച്ച് എവിടെയും ഇപ്പം ഭയങ്കര ഘോരമായിട്ടുള്ള ശബ്ദങ്ങൾ മുഴക്കിക്കൊണ്ട് പ്രചരണം കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഗൈസ്, നമ്മൾ എന്തിനാ ഈ വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ചിലര് അവര് പണ്ട് മുതലേ ശീലിച്ചിട്ട് വന്നിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും. അതായത് അപ്പനപ്പൂപ്പന്മാര് മുതൽ കൊണ്ട് ഞങ്ങൾ ഇതുവരെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതേ ഇതിൽ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടാവും. എന്നാൽ ചിലർ വിചാരിക്കുന്നത് എങ്ങനെയായിരിക്കും അറിയോ? ഇന്ന ആളുകള് നമ്മളുടെ നാട് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണകരമാണെങ്കിൽ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യാം എന്ന് കരുതി വോട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ ഗൈസ്, ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അതോടുകൂടി ഞാനിത് അവസാനിപ്പിക്കും. എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ആരും തന്നെ പച്ച മഞ്ഞ റെഡ് എന്നൊന്നും പറഞ്ഞ് വോട്ട് ചെയ്യാൻ നിൽക്കരുത്. അതായത് അങ്ങനത്തെ ഒരു മനോഭാവം തന്നെ മാറ്റാം. നല്ല വ്യക്തികള്, അതായത് ഇന്ന ആളുകള്, ആ സ്ട്രെങ്ത് ആയിട്ടുള്ള ആളുകൾ ഉണ്ട്, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാം. അതിപ്പം ഏത് പാർട്ടി എന്നല്ല, അത് അവര് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്നുള്ളവരുണ്ടെങ്കിൽ വോട്ട് ചെയ്യുക. അല്ലാതെ ഈ പച്ച മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് എന്നൊന്നും പറഞ്ഞിട്ട് അടിയുറച്ച് വിശ്വസിച്ച് അത് മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്ത് ജസ്റ്റ് തിങ്ക് കാൻറ്റ് വോട്ട്. അത്ര മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് വല്ല ഗുണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. സോ ദിസ് ഇസ് ഫോർ ടുഡേ. ബൈ.